ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വഖഫ് ഭേദഗതി നിയമം അംഗീകരിക്കില്ല, മുസ്ലിം വംശഹത്യാ പദ്ധതികൾക്കെതിരെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ചിട്ടുള്ള പൊതുസമ്മേളനമാണ് അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വംശഹത്യാ പദ്ധതി എന്ന് പറയുന്നത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ RSSന്റെ ആചാര്യൻ വിചാരധാരയിൽ സൂചിപ്പിച്ച പ്രകാരമാണ് ഇന്ത്യയിൽ വംശഹത്യാ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് എതിരെ മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കെതിരെ, ദളിത് ആദിവാസികൾക്കെതിരെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ വലിയ തോതിൽ 2014 മുതൽ ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ശരാശരി ഒരു ദിവസം സംഘപരിവാർ അനുബന്ധ സംഘടനകളുടെ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നത് 4 മുസ്ലിങ്ങളാണ്. ഏകദേശം 1470-80 ആണ് കഴിഞ്ഞ വർഷം മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശഹത്യ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4 മുസ്ലിങ്ങൾ സംഘപരിവാർ സംഘടനകളാൽ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു. തൊട്ടടുത്ത് നമുക്കറിയാം 1000-ന് മുകളിൽ ദളിത് ആദിവാസികളാണ് സംഘപരിവാർ സംഘടനകളാൽ ആക്രമിക്കപ്പെടുന്നു. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ 10-100ഓളം സംഘടനകളുടെ ഒരു പദ്ധതിയാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. ഒരു ദിവസം ഇന്ത്യയിൽ 2 ക്രിസ്ത്യാനികൾ സംഘപരിവാറിനാൽ ആക്രമിക്കപ്പെടുന്നു. 834 ആളുകളാണ് കഴിഞ്ഞ വർഷം. അത് 2023 അപേക്ഷിച്ച് 100 കേസുകൾ കൂടുതലാണ് 2024. UCF യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തന്നെ കണക്ക് പുറത്തുവിട്ടതാണ്, നമ്മളാരും പുറത്തുവിട്ട കണക്കല്ല. 834 ആക്രമണങ്ങളാണ് കഴിഞ്ഞ 2024 ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ UAPA തടവുകാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അവർ ആശയപരമായി സ്വീകരിക്കുന്നതിൽ അവര് ലെഫ്റ്റ് ഇന്റലക്ച്വലുകളാണ്. ഇടതുപക്ഷ പരിസരങ്ങളിൽ നിന്നാണ് അവരുടെ ആലോചനകളും ചിന്തകളും രൂപപ്പെടുന്നത്. നല്ലൊരു ശതമാനം UAPA തടവറയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ, ദളിതുകൾ തുടങ്ങിയ വിഭാഗങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ആശയപരമായി രേഖപ്പെടുത്തുക മാത്രമല്ല, ഈ രാജ്യത്ത് അതിന് ബൃഹത്തായ പദ്ധതികൾ 19ഓളം സംഘടനകളെ ഉപയോഗിച്ച് വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യാ പദ്ധതിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാവരുടെയും ബാധ്യത. മുസ്ലിങ്ങൾ നേരത്തെ അവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും, പ്രത്യേകിച്ച് സംഘപരിവാർ ടാർഗറ്റ് ചെയ്ത ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ഒന്നിച്ച് ഇതിനെതിരെ ശബ്ദിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ശബ്ദം ഇന്ന് കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലെ ഒട്ടാകെയും ഒരു വലിയ പ്രതിഷേധ ശബ്ദമായി ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ വളരെ കുറഞ്ഞ ശബ്ദങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇത്രയും ബൃഹത്തായ ഒരു മുസ്ലിം വംശഹത്യാ പദ്ധതിക്കെതിരെ ആശയപരമായ സമരങ്ങളും അതുപോലെ തന്നെ പ്രായോഗികമായ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സംഘടനകൾ വളരെ കുറവാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന ഈ യുവജന സംഘടനക്ക് അതിൽ അഭിമാനിക്കാവുന്നതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആസാമിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഈ ശബ്ദം എത്തേണ്ടതുണ്ട്. ഈ ശബ്ദം എത്തിയിട്ടില്ലെങ്കിൽ ആസാമിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ വംശഹത്യക്ക്
തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഗുജറാത്തിനേക്കാൾ വലിയ വംശഹത്യ അസമിൽ നടക്കാൻ പോവുകയാണ്. അവിടെ നമുക്കറിയാം 1966 മുതൽ 1971 വരെ ഉള്ള ആളുകളുടെ അവർ ആ സമയത്ത് ഇന്ത്യയിൽ ജീവിച്ചവരാണ് എന്നതിന് തെളിവ് ഹാജരാക്കണം. അതിനാണ് അവര് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് അവരെ NRC എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ 2019 ഓഗസ്റ്റ് 31 NRC എന്ന് പറയുന്ന നിയമം പുറപ്പെടുവിച്ച സന്ദർഭത്തിൽ അവിടെ 19 ലക്ഷം ആളുകളാണ് പുറത്തായത്. 19 ലക്ഷം നമ്മളൊക്കെ പത്രത്തിൽ തന്നെയാണ്. ഇന്ത്യ ഒട്ടാകെ NRC വിരുദ്ധ സമരങ്ങൾ അലയടിച്ചു. NRC വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ക്യാമ്പസുകളിലും തെരുവുകളിലും, അതുപോലെ ഷാഹീൻ ബാഗ് ഇന്ത്യയിലൊട്ടാകെ അലയടിച്ച പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരങ്ങൾ നമുക്കറിയാം. ആ സമരങ്ങൾ രൂക്ഷമാവുകയും ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ ഭരണകൂടത്തിന് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരികയും അത് തൽക്കാലം അവസാനിപ്പിച്ച രീതിയിൽ അവരെടുത്തു വെക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അതേ NRC തന്നെയാണ് ഈ ആസാമിൽ നടപ്പിലാക്കുന്നത്. 3,29,00,000 ആളുകളാണ് ആസാമിൽ അപേക്ഷ നൽകിയത്. ആ അപേക്ഷ ഇന്ന് പുറംതള്ളിയ ആളുകൾ എന്ന് പറയുന്നത് 2,89,00,000 ആളുകളെ അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി 40 ലക്ഷം മനുഷ്യർ പുറത്താണ്. നേരത്തെ 19 ലക്ഷം ഉള്ളത് 40 ലക്ഷമായി ഉയർന്നിരിക്കുകയാണ്. അപ്പൊ 40 ലക്ഷം മനുഷ്യർ ഇന്ന് പൗരത്വ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ പുറന്തള്ളപ്പെടുകയാണ്. ഈ പുറന്തള്ളുന്ന പ്രക്രിയ വളരെ വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് 140 ഹെക്ടറുകൾ ആസാമിൽ ഇടിച്ചു നിരത്തിയത്. ഹെക്ടർ ഭൂമി അടിച്ചു നിരത്തി അവിടെയുള്ള താമസക്കാരെ മുഴുവൻ ഒഴിവാക്കി. ഇന്ത്യയിലെ റോഹിംഗ്യകൾക്ക് സമാനമായ ഒരു അഭയാർത്ഥി പ്രവാഹം ഈ രാജ്യം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം വന്ന ആളുകളെ സ്വീകരിച്ചൊരു പാരമ്പര്യം രാജ്യത്തിലുണ്ട്. പല ആളുകളും ഇങ്ങോട്ട് വന്നു, അഭയാർത്ഥികളായി സ്വീകരിച്ചു, അതിഥികളായി സ്വീകരിച്ച ഒരു ട്രഡീഷൻ ആധുനിക ജനാധിപത്യ ഇന്ത്യക്കുണ്ട്, അവകാശപ്പെടാറുണ്ട്. അഭയാർത്ഥികളായ ലോകത്തെ ഏതൊക്കെ ജനവിഭാഗങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ടോ അവിടെങ്ങളിലെല്ലാം പോയി ഇതിന്റെ മുൻകാല ഭരണാധികാരികൾ, ഈ രാജ്യത്തിന് നേതൃത്വം നൽകിയ ആളുകൾ അവിടങ്ങളിൽ പോയി അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും നിർണായകമായ ചുവടുവെപ്പാണ് ഇന്ത്യ രാജ്യം പതിറ്റാണ്ടുകളായി ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്ത് അഭയാർത്ഥികളായ മർദ്ദിതരായ ജനവിഭാഗങ്ങളോട് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസി ഉണ്ട്, ഒരു നയമുണ്ട്. ആ നയം എന്ന് പറയുന്നത് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രം അവരെ ചേർത്ത് പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലോകത്തേക്ക് 40 ലക്ഷം മനുഷ്യർ അഭയാർത്ഥികളായി വിടാൻ പോവുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം സൃഷ്ടിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ്. ഈ മനുഷ്യരെല്ലാം ഇതുപോലെയുള്ള ടാർപോളിന്റെ താഴെ ആണ് യഥാർത്ഥത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ എന്താവുമെന്ന് അവർക്കറിയില്ല. 6 തടങ്കൽ പാളയങ്ങളാണ് കഴിഞ്ഞ 3 വർഷം മുമ്പ് ആസാമിൽ ഉണ്ടായിരുന്നത്. 2019 NRCയുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളും നിയമങ്ങളും ഈ രാജ്യത്ത് ശക്തിപ്പെട്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന 6 ഡിറ്റൻഷൻ ക്യാമ്പുകളാണ്. അതിപ്പോ ഇന്ന് 10 ഉയർന്നിരിക്കുകയാണ്. ആ 10 ക്യാമ്പുകളിലേക്ക് കുറെ ആളുകൾ അവിടെ തള്ളും, അതുപോലെ പല ആളുകളെയും പൗരത്വം നിഷേധിക്കും. കഴിഞ്ഞ വർഷം മാത്രം സോഷ്യൽ മീഡിയയിൽ ആസാമിൽ ഏറ്റവും ഉയർന്ന അവരുടെ ഒരു ട്രെൻഡ് നിശ്ചയിച്ചത് ബംഗാളികൾക്ക് അഭയമില്ല, ബംഗാളികൾക്ക് പണിയില്ല എന്ന ക്യാപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ ബംഗാളി എന്ന് പറഞ്ഞ ഭാഷ സംസാരിക്കുന്ന ബംഗാളി സംസാരിക്കുന്ന ആളുകൾ അവർ ബംഗ്ലാദേശുകാരാണ് എന്ന് ചാപ്പകുത്തിക്കൊണ്ട് അവരെ ആട്ടിയോടിക്കാനുള്ള ഒരു വലിയ പ്രചരണം നടക്കുകയാണ് കഴിഞ്ഞ വർഷം. ആ പ്രചരണത്തിന്റെ ഒടുവിലാണ് ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യ അസാമിൽ നമ്മളൊക്കെ നോക്കിയിരിക്കെ നടക്കാൻ പോവുകയാണ്. ആ വംശഹത്യക്കെതിരെയാണ് കേരളത്തിൽ എല്ലാ ശബ്ദങ്ങളും ദുർബലമായപ്പോ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആ നിശബ്ദത ഭേദിച്ച് രംഗത്ത് വന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വംശഹത്യാ പദ്ധതികൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരു ആശ്വാസവും അതുപോലെ തന്നെ പ്രചോദനവുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേദിയിൽ പങ്കെടുക്കുന്ന, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും വലിയ ഒരു ചരിത്രപരമായ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിൽ പങ്കാളികളാവുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യക്കെതിരെ നോ എന്ന് പറയാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്കറിയാം, നിരപരാധികളുടെ ചോരയിലാണ് ഏകാധിപത്യ ഭരണകൂടം എല്ലാ കാലത്തും സിംഹാസനം ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത്. ലോകത്തെ ഏകാധിപത്യത്തിന്റെ സിംഹാസനങ്ങൾ ലോക ചരിത്രം പരിശോധിച്ചാൽ നിരപരാധികളുടെ രക്തത്തിലാണ്. ആ നിരപരാധികളുടെ രക്തത്തിന് ആവശ്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് 2014 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബംഗാളി ഹേറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതുപോലെ ആസാമിൽ തുടങ്ങിയ ആദ്യം എന്താണ്, മദ്രസകൾക്കെതിരെയുള്ള ക്യാമ്പയിനാണ്.
മദ്രസകൾ ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞ ആസാമിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്രസകൾ അടച്ചുപൂട്ടിയ സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മദ്രസകൾ അടച്ചുപൂട്ടി. മദ്രസകൾ അടച്ചുപൂട്ടി എന്നല്ല, മദ്രസകൾക്ക് സഹായം നൽകുന്നവരെ കസ്റ്റഡിയിലെടുത്തു. മദ്രസയിൽ പോകുന്ന ആളുകളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കസ്റ്റഡിയിലെടുത്തു. അതേ പാതയാണ് യു പിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്രസകൾ വ്യാപകമായി അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ 119 മദ്രസകളാണ് യു പിയിൽ മാത്രം അടച്ചുപൂട്ടിയിരുന്നത്. അതുപോലെ തന്നെ അത്രയും പള്ളികൾ ഒന്നെങ്കിൽ അവർ നമസ്കാരം അനുവദിക്കാതിരിക്കുകയോ ഭാഗികമായി തകർക്കുകയോ യു പിയിൽ ചെയ്തു കഴിഞ്ഞു. അപ്പൊ യു പി എന്ന് പറയുന്നതും ആ യു പിയുടെ തനി പകർപ്പായ ആസാമും ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ പരീക്ഷണശാലകളായി ഉയർന്നു വരിക്കാൻ രാജ്യം മുഴുവൻ അങ്ങനെയാണ്. പക്ഷെ അതിന്റെ ഏറ്റവും മാരകമായ വേർഷൻസ് ആണ് ആസാമും യു പി എന്ന് പറയുന്നത്. ഒന്ന് നോർത്ത് ഈസ്റ്റ് ഏരിയ ആണ്, മറ്റൊന്ന് നോർത്താണ്. ഈ രണ്ട് ഭാഗത്ത് ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യവസ്ഥാപിതമായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തിൽ ഏറ്റവും മുൻപന്തിയിലാരാണ്? അത് ഒന്നാമത് യു പി ആണ്, ഉത്തർപ്രദേശാണ്. കഴിഞ്ഞ വർഷം മാത്രം യു പിയിൽ റിപ്പോർട്ട് ചെയ്തത് മൊത്തം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഇന്ത്യയിലെ ആക്രമണത്തിൽ ഏറ്റവും നല്ലൊരു ഭാഗം യു പിയിലാണ്. രണ്ടാമതാണ് ഛത്തീസ്ഗഡ് വരുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെ മണിപ്പൂർ എന്ന് പറയുന്നത് 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ആ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് മണിപ്പൂർ. കുക്കികളും മൈത്തികളും തമ്മിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടവും പരിക്കുമേറ്റത് ക്രിസ്ത്യൻ വിഭാഗത്തിനാണ്, ക്രിസ്ത്യൻ ഗോത്ര വിഭാഗത്തിനാണ്. നിരവധി ചർച്ചുകൾ തകർക്കപ്പെട്ടു, അവരുടെ ഭവനങ്ങൾ തകർക്കപ്പെട്ടു, അവരുടെ സ്ത്രീകൾ മാനഭംഗത്തിന് വിധേയമായി. ധാരാളം ആക്രമണങ്ങൾ മണിപ്പൂരിൽ നമുക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ മണിപ്പൂരിൽ ഏറ്റവും കൂടുതൽ ഒരു തരത്തിലുള്ള ക്രിസ്തീയ വംശീയ ഉന്മൂലനം നടന്ന സംസ്ഥാനമാണ്. അവിടെ നമുക്കറിയാം, അവിടെ മുസ്ലിങ്ങൾ 8%. മണിപ്പൂരിൽ 8% മുസ്ലിങ്ങളാണ് അവിടെ ഇപ്പോഴും ഏറ്റവും വലിയൊരു ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദുരിതാശ്വാസ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 8% മുസ്ലിങ്ങൾ മാത്രമുള്ള, മുസ്ലിങ്ങൾ ഒരു നിലക്കും കക്ഷിയാവാത്ത ഒരു പ്രദേശത്താണ്. എന്നിട്ട് മുട്ടിന് ഭീകരവാദി, തീവ്രവാദി എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ വിളിക്കുന്ന ആളുകൾ കലാപബാധിത പ്രദേശങ്ങളിൽ വംശഹത്യക്കൊരു ജനവിഭാഗം ഈ രാജ്യത്ത് എവിടെയൊക്കെ വിധേയമായോ ആ സ്ഥലങ്ങളിലെല്ലാം വംശഹത്യക്ക് വിധേയമായ ജനങ്ങളെ ചേർത്ത് പിടിച്ചവരെ മുറിമുടക്കാൻ നീളുന്ന ആദ്യത്തെ കൈയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കൈ എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു, മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു, അതുപോലെ ദലിത് ആദിവാസികൾക്കെതിരെ ആക്രമണങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഡോസാണ്. കാരണം കുടിയേറ്റക്കാർ എന്നുള്ള ഇൻവെർട്ട് കോമയിട്ട് വായിക്കണം. കുടിയേറ്റക്കാർ എന്നുള്ളത് അവരുടെ ഭാഷയാണ്, സംഘപരിവാറിന്റെ ഭാഷയാണ്. അവർ ഈ രാജ്യക്കാരല്ല, വിദേശികളാണ്. അതിനുവേണ്ടി ഒരു നിയമം ചുട്ടെടുത്ത് NRC എന്ന് പറയുന്ന നിയമം. ആ നിയമത്തിൽ കുടിയേറ്റക്കാരായ ഹിന്ദു മതവിശ്വാസികൾ, ക്രിസ്ത്യൻ മതവിശ്വാസികൾ മറ്റു ആളുകൾക്ക് പൗരത്വം നൽകാമെന്നും മുസ്ലിങ്ങളായ ഇപ്പൊ ഈ 40 ലക്ഷം ആളുകൾ പുറത്തു നിൽക്കാൻ, ഈ 40 ലക്ഷത്തിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് പൗരത്വം നൽകാൻ NRCയിൽ വകുപ്പില്ല. അതുകൊണ്ട് അതിൽ ഭൂരിഭാഗം 70%-ലധികം മുസ്ലിം സമൂഹങ്ങളാണ്. ക്രിസ്ത്യാനികൾ അതിലുണ്ട്, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദു സമൂഹം അതിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അവർക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ, മദ്രസകൾക്കെതിരെയുള്ള ക്യാമ്പയിൻ ആസാമിൽ നടന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ബംഗാളി ഹേറ്റ് ക്യാമ്പയിനാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനം ആസാമിൽ മുസ്ലിങ്ങളാണ്. ആ ആസാമിൽ മുസ്ലിങ്ങളായി ആ മുസ്ലിം ജനവിഭാഗത്തെ പുറന്തള്ളാനുള്ള പരിശ്രമം നടക്കുന്നത്. ഈ വംശഹത്യ പദ്ധതിക്കെതിരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദലിത് ആദിവാസി ബഹുജൻ വിഭാഗങ്ങളും അതുപോലെ തന്നെ ഈ വംശഹത്യ തിരിച്ചറിഞ്ഞ ഇടതുപെട്ട പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒന്നിച്ച് ഇതിനെതിരെ രംഗത്ത് വരേണ്ട ഏറ്റവും നിർണായക സന്ദർഭത്തിലാണ് ഈ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട് കഴിഞ്ഞതാണ്. വോട്ട് മോഷണം എന്ന് പറയുന്നത്. കാരണം ഓരോ സംസ്ഥാനത്തും അധികരിച്ച വോട്ട് എന്ന് പറയുന്നത് 1-2 ലക്ഷമല്ല, 40 ലക്ഷം വോട്ടാണ് ഒരു സംസ്ഥാനത്ത് അധികമായി വന്നിട്ടുള്ളത്. ചില മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലം തൃശ്ശൂരിൽ ഇത്രയധികം വോട്ടുകൾ അധികമായി വന്നിട്ടുണ്ട് എന്ന് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകൾ പൂർണ്ണമായും വ്യാജരാണ് എന്ന് കണക്കുകൾ തെളിയിക്കുന്നതാണ്
യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വോട്ട് മോഷണം, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ബാലൻസിങ് മെത്തേഡ് ഉണ്ട്. ഒരു ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയമുണ്ട്. ഈ ആശയത്തിന് പരിക്കേൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വോട്ട് മോഷണം അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വംശഹത്യ പദ്ധതികൾ ആസാമിലും യു പിയിലും വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കാൻ. യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബുൾഡോസർ രാജാണ്. ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ യു പി ഗവൺമെന്റിനെതിരെ രാഷ്ട്രീയമായി പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ വീട് അടിച്ചു നിരത്തുകയാണ്. ജാവേദ് മുഹമ്മദിനെ പോലെയുള്ള ആളുകളൊക്കെ നമുക്കറിയാം. ഏതെങ്കിലും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പിറ്റേ ദിവസം വീട് ഇന്ത്യയിലെ പരമോന്നത കോടതി ബുൾഡോസർ ഉപയോഗിച്ച ആളുകളുടെ വീട് തകർക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞു യു പി സർക്കാരിനോട്. പക്ഷെ കഴിഞ്ഞ ദിവസവും 12 വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരിക്കാൻ ലവ് ജിഹാദ് ആരോപിച്ചിട്ടാണ്. അതുപോലെ തന്നെ പള്ളികള് നല്ലൊരു ശതമാനം ഭാഗികമായി തകർത്തിരിക്കാൻ. അപ്പൊ യു പി ഏറ്റവും വലിയ ഒരു പരീക്ഷണശാലയായി, സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ, വംശീയ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായി നിൽക്കാൻ. അപ്പൊ ഈ രാജ്യത്ത് സത്യസന്ധമായി നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ സംഘപരിവാറിന്റെ വംശഹത്യ പദ്ധതികളിൽ വിധേയമാകുന്ന ജനവിഭാഗങ്ങളുടെ സാഹോദര്യ രാഷ്ട്രീയമാണ് വംശഹത്യ പദ്ധതികൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിലെ ഈ സംഘപരിവാറിന്റെ വംശഹത്യ പദ്ധതികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിധേയമാകുന്ന വിഭാഗങ്ങൾ തമ്മിൽ ഇവിടെ വിസിബിളായ കാര്യം എന്താണ്? ഈ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം വംശീയതയും വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ ക്രിസ്ത്യൻ സമൂഹം, അതുപോലെ തന്നെ CPM പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത് സംഘപരിവാറിന്റെ വിഷലിപ്തമായ വംശീയതയ്ക്ക് ആവശ്യമായ ഉരുപ്പടികൾ ഈ സംസ്ഥാനത്ത് ധാരാളമായി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്, ഈ അടുത്ത് അവാർഡ് കിട്ടിയ നിർലോഭം വ്യാജം കുത്തിനിറച്ച യഥാർത്ഥത്തിൽ അടിമുടി വ്യാജമായ ഒരു സിനിമയാണ്. ഒരു ഹേറ്റ് പ്രോപ്പഗണ്ട സിനിമ മാത്രമാണ്, അതൊരു ഫിലിം പോലുമല്ല എന്നോട് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇനി കേരളത്തിൽ രണ്ടാമതൊരു കേരള സ്റ്റോറി നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്തത്, അത് ഡയറക്റ്റ് ചെയ്യുന്നതിലും സംഘപരിവാർ ആയിരിക്കില്ല. അതിന്റെ എല്ലാ മെറ്റീരിയലുകളും കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സംഭാവന ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയിട്ട് ആ മാർച്ചിൽ പ്രസംഗിച്ച കാര്യം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ്. ഈ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക മതപാഠശാലയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ പഠിപ്പിക്കുന്ന താലിബാന്റെ ആശയങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി രണ്ടാമത് കേരള സ്റ്റോറി എന്നൊരു സിനിമ പ്രോപ്പഗണ്ടയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ സംഘപരിവാർ നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ വിഷയം കേരളത്തിലെ മതപാഠശാലകളാണ്. ആ മതപാഠശാലകൾ താലിബാന്റെ ആശയങ്ങൾ പഠിക്കുന്നു എന്ന് അതിനാവശ്യമായ കണ്ടന്റ്, തിരക്കഥ ആരാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തയ്യാറാക്കി നൽകുന്നത് എന്ന് ഗൗരവപൂർവ്വം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അപ്പൊ ഈ കാര്യം യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ആവശ്യമായ വംശഹത്യ എലമെന്റിന് ആവശ്യമായ നരേഷൻസ് കേരളത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന് സത്യസന്ധമായി ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ വിശദാംശങ്ങളിലൂടെ വന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. വഖഫ് എന്ന് പറയുന്നത് നമുക്കറിയാം. വഖഫ് എന്തുകൊണ്ടാണ് വഖഫ് എതിർക്കേണ്ടത്? അത് അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നിലനിൽക്കുന്ന സ്വതക്കയായി സംഭാവന ചെയ്യുന്ന, വഖഫ് ചെയ്യുന്ന എൻഡോസ്മെന്റുകളാണ്, പ്രൊജക്ടുകളാണ്, എൻഡോമെന്റുകളാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി സ്ഥലം, ബിൽഡിങ്ങൾ, ഉപകാരം ലഭ്യമാവുന്ന മറ്റേത് കാര്യങ്ങളും വഖഫായി നിലനിർത്താമെന്നാണ്. പക്ഷേ ഈ വഖഫ് എന്ന് പറയുന്ന ഈ സംവിധാനം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനങ്ങൾ ലഭ്യമായിരുന്ന ഒരു കാലത്ത് ലഭ്യമായിരുന്ന സംവിധാനങ്ങൾ, സംരംഭങ്ങൾ ഒക്കെ വഖഫ് പ്രോപ്പർട്ടികളാണ്. നമ്മൾ ഡൽഹി നഗരം മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെയുള്ള സ്ഥാപനങ്ങൾ, ജാമിയ മില്ലിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ ഹംദർദ് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളെല്ലാം വഖഫുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഉപകാരം നൽകിയ, ഒരുപോലെ പ്രയോജനം നൽകിയ ഒരു സംവിധാനമാണ് വഖഫ് എന്ന് പറയുന്നത്. പക്ഷേ ആ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ എന്താണ് വരുന്നത്? അവരുടെ മതവിശ്വാസ പ്രകാരം
അവർ ദൈവപ്രീതി ഉത്തേജിച്ചുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ സംഭാവന നൽകുന്ന ഒന്നാണ്, എന്നെന്നും നിലനിൽക്കുന്ന ഒരു സംഭാവനയാണ് വഖഫ് എന്ന് പറയുന്നത്. അത് ഹിന്ദു വിഭാഗത്തിന് ദേവസ്വമുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിന് ചർച്ച് ആക്ട് ഉണ്ട്. ഈ ആക്ടുകളെല്ലാം ഭേദഗതി ചെയ്യണമെന്ന് മുസ്ലിം സംഘടനകളുടെ ഏതെങ്കിലും ഒരു വിഭാഗം അവകാശപ്പെട്ടതായി ഇതുവരെ നമുക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം അത് മതസ്വാതന്ത്ര്യത്തിന്റെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കാര്യം ഭേദഗതി ചെയ്യേണ്ട എന്ന നിലപാടാണ്. അതാത് മതങ്ങളാണ്. വിശുദ്ധ ഖുർആൻ വഖഫുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടികളെ പരിപാലിക്കാൻ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് വഖഫ് പ്രോപ്പർട്ടികൾ പരിപാലിക്കേണ്ടത്. പക്ഷേ ഈ നിയമം എന്താണ് ചെയ്യുന്നത്? മുസ്ലിം സമൂഹത്തിന്റെ ഈ പ്രത്യേകമായ പുരോഗതിക്കും വികാസത്തിനും സവിശേഷമായും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടുവരുന്നതിന് പ്രയോജനപ്പെടേണ്ട ഈ വഖഫ് ആക്ടിനെ ദുർബലപ്പെടുത്തുകയാണ്. കയ്യേറ്റം, നിർലോഭം അവരെ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കയ്യേറിയ വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഏകദേശം എത്ര ഹെക്ടറുകൾ സ്ഥലമാണ്. അതുപോലെ NGOകൾ കയ്യേറിയത് ധാരാളം സ്ഥലമുണ്ട്. ഈ സ്ഥലം പുതിയ വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച് വഖഫാണെന്ന് തെളിയിക്കപ്പെട്ടാലും ഗവൺമെന്റ് കൈയൊഴിയേണ്ടതില്ല എന്നാണ്. വഖഫാണെന്ന് തെളിയിക്കപ്പെട്ടാലും സർക്കാർ ഈ ഭൂമി കൈയൊഴിയേണ്ടതില്ല എന്നാണ് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഖഫ് പ്രോപ്പർട്ടി കയ്യേറിയത് ഉത്തർപ്രദേശിലാണ്, രണ്ടാമത് വെസ്റ്റ് ബംഗാളിലാണ്, അതുപോലെ തന്നെ മൂന്നാമത് മധ്യപ്രദേശിലാണ്. ധാരാളം സ്ഥലങ്ങൾ വഖഫ് കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് കയ്യേറ്റത്തെ സാധൂകരിക്കുന്നുവെന്നാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിയമത്തിന്റെ ദോഷം എന്ന് പറയുന്നത് വഖഫ് തന്നെ നിലച്ചു പോകുമെന്നാണ്. കാരണം വഖഫ് ചെയ്യണമെങ്കിൽ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആവണം ഒരാൾ. അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം എന്ന് അയൽവാസി പറഞ്ഞാൽ പോരാ, ഇദ്ദേഹം നിസ്കരിക്കുന്ന ആളാണ്, വഖഫ് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പോരാ. ജില്ലാ കളക്ടേഴ്സ് അസൈൻ ചെയ്യണം, ഇയാൾ പ്രാക്ടീസിങ് മുസ്ലിമാണ്, ഈ റിസ്കിന് ലോകത്ത് ആരും നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഫലത്തിൽ വഖഫ് ഇല്ലാതെയാവുകയാണ്. വഖഫ് എന്ന് പറയുന്ന സംരംഭം ഈ രാജ്യം നട്ടെല്ല് നിവർത്തി ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ബൃഹത്തായ സംവിധാനങ്ങൾ ആര് പരിഹസിച്ചാലും ആര് അപഹസിച്ചാലും ശരി, വഖഫിന്റെ മൂലധനവും വഖഫിന്റെ ആദായവും വഖഫ് എന്ന് പറയുന്ന സംരംഭത്തിന്റെ നെടുന്തൂണും ഈ രാജ്യത്തിന് ഉപകാരപ്പെട്ടതുപോലെ വേറെ ഒരു മതപരമായ പ്രോപ്പർട്ടിയും രാജ്യത്തിന് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവേണ്ടതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ തകരാൻ പോവുകയാണ്. വഖഫ് അവസാനിക്കുന്നു. രണ്ടാമത് വഖഫ് എന്ന് പറയുന്ന കയ്യേറ്റത്തെ സാധൂകരിക്കാനുള്ള നിയമമായി മാറുകയാണ്. അതുകൊണ്ട് വഖഫ് എന്ന് പറയുന്ന ഭേദഗതി നിയമം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ എന്ന് പറയുന്നത് അതുപോലെ അത്ര പ്രയാസങ്ങൾ ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ബസ്തികളാണ്. പള്ളി ചുറ്റിപ്പറ്റി നിൽക്കുന്ന തെരുവുകൾ, സ്ട്രീറ്റുകൾ, കച്ചവടങ്ങൾ, മദ്രസകളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പള്ളി മാത്രമല്ല, ആ പള്ളി നിലനിൽക്കുന്ന മുഴുവൻ തെരുവുകളും വഖഫാണ്. അങ്ങനെ വഖഫ് കൈയഴിപ്പിച്ചാൽ അവിടെ നിന്ന് വഖഫ് ഭൂമിയിൽ നിന്ന് ഇത് വഖഫല്ല എന്ന് പറഞ്ഞ ഒരാൾ കയ്യേറിയാൽ ആ കയ്യേറുന്ന ആള് യഥാർത്ഥത്തിൽ അയാൾക്ക് അവിടെ നിൽക്കാം. ഈ ചെയ്യപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥൻ ആണ് യഥാർത്ഥത്തിൽ ഇത് വഖഫല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത. എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ മതപരമായ ആവശ്യത്തിന് വഖഫായി ഉപയോഗിച്ച പ്രോപ്പർട്ടി ഒരാൾ കയ്യേറിയിട്ട് പറയാണ് ഇത് വഖഫല്ല എന്ന് ഒരു പെറ്റീഷൻ കൊടുത്താൽ പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു സിവിൽ കേസിന്റെ നിയമം എന്താണ്? ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്ത് അത് എന്റേതാണെന്ന് പറഞ്ഞു വേറെ ഒരാൾ കേസ് കൊടുത്താൽ കോടതി പറയാ സ്റ്റാറ്റസ് കോ നിലനിൽക്കണമെന്നാണ്. ട്രിബ്യൂണലുകളുടെ വിധിയുടെ മാനദണ്ഡം സ്റ്റാറ്റസ് കോ ആണ്. ഈ വഖഫ് ഭേദഗതി നിയമം പറയുന്നത് സ്റ്റാറ്റസ് കോ ഇല്ല, നിർത്തിവെക്കണമെന്നാണ്. തീരുമാനമാകുന്നത് വരെ ആ ഖബർസ്ഥാനിൽ പിന്നെ ഒരാളെ മറവ് ചെയ്യരുത്, ആ പള്ളിയിൽ പിന്നെ ജമാഅത്ത് നിസ്കാരം നടത്തരുത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് കയ്യേറ്റം ചെയ്യപ്പെട്ടതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത വഖഫ് ആധാരം ഉള്ള ആളുകളുടെ ബാധ്യതയായി മാറുകയാണ്. വഖഫ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗമാകാൻ. മറ്റൊന്ന് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംവിധാനം അവസാനിക്കാൻ. പാരമ്പര്യമായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും അതോടുകൂടി നമുക്കറിയാം മധുര ഷാഹി പോലെയുള്ള പള്ളികളുടെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വഖഫ് ആക്ട് ഇത്രയും വേഗത്തിൽ പാർലമെന്റിൽ വരാനുള്ള കാരണം ആ പള്ളി കൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. കാരണം ആ പള്ളിയിലെ ഏകദേശം നൂറ്റാണ്ടുകൾ മുഴുവനുള്ള രേഖകളിൽ വഖഫാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ നിയമം പാസ്സായതോടുകൂടി, ഈ നിയമം വരുന്നതോടുകൂടി ആ പള്ളി കമ്മിറ്റിയുടെ ചുമതലയിൽ വന്നിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ വഖഫ് പരിപാലന കമ്മിറ്റിയുടെ ചുമതലയിൽ വന്നുകൊണ്ടിരിക്കാൻ. അപ്പൊ അടിമുടി ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നിയമം ആവിഷ്കരിക്കാൻ
വംശഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം നിയമപരമായി അവർ അപരവൽക്കരിക്കുന്ന ജനതയെ നിഷ്കാസനം ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നാണ്. ഈ 3 ജനവിഭാഗങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വംശഹത്യ നടന്ന ഏതെങ്കിലും തെരുവിൽ പോയാൽ എന്താണോ വിചാരധാരയിൽ വംശഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ആ തെരുവ് ആവിഷ്കരിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. മുറിവേറ്റ മനുഷ്യർ, കൊല ചെയ്യപ്പെട്ട മനുഷ്യർ, സാമ്പത്തിക സ്വയം പര്യാപ്ത തകർന്നു പോയ ആളുകൾ, മാനഭംഗത്തിന് വിധേയമായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വംശഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഘടകമല്ല. അത് ഈ രാജ്യത്തെ മുഴുവൻ ദുർബലരായ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ് എന്ന ഉൾക്കാഴ്ചയും അതുപോലെ തന്നെ ദീർഘവീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫാസിസ്റ്റ് വംശഹത്യ പദ്ധതിക്കെതിരെ സാഹോദര്യത്തിന്റെ പുതിയൊരു രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. അതിന്റെ തുടക്കമാണ് മുതലക്കുളം മൈതാനിയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ വംശീയ രാഷ്ട്രീയത്തിനുള്ള സന്ദേശം ഈ രാജ്യത്തെ യുവാക്കൾക്ക് നൽകുകയാണ്. യുവാക്കളുടെ ഹൃദയത്തിലേക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പിന്തുണക്കുകയും ചേർത്ത് പിടിക്കേണ്ടതും ഈ കാലഘട്ടത്തിന്റെ യുവജന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അനിവാര്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വംശഹത്യക്ക് വിധേയമാകുന്ന വേറൊരു ജനവിഭാഗം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഗസയാണ്. ഫലസ്തീനിലെ ജനവിഭാഗങ്ങളാണ്. പട്ടിണി കടന്ന് ദിനം ദിനേനെ 10-20 ആളുകൾ പട്ടിണി കൊണ്ട് മാത്രം മരണപ്പെടുന്ന പ്രദേശമാണ് ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്നത്. നട്ടൽ നിവർത്തി നിൽക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്, മണ്ണ് പുരണ്ടുപോയ മനുഷ്യർ, പട്ടിണി കൊണ്ട് മണ്ണിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത, സ്വന്തം എല്ലുകൾക്ക് ബലമില്ലാതെയായി പോയ മനുഷ്യർ. അത്ര വംശഹത്യക്ക് വിധേയമാകാൻ ലോകം മുഴുവൻ നമ്മളൊക്കെ ജീവനോടുകൂടി നട്ടെല്ല് നിവർത്തി ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ തന്നെ അതുപോലെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ജനവിഭാഗം ഇത്ര ക്രൂരമായ വംശഹത്യക്ക് വിധേയമാകുന്നു എന്നത് നമ്മളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകേണ്ട ഒരു സന്ദർഭമാണ്. ലോകത്തെ വൻകിട രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ ലോകത്തെ വലിയ വലിയ രാജാക്കന്മാർ, തമ്പുരാക്കന്മാർ അവരുടെ കൊട്ടാരത്തിൽ കാണിക്കുന്ന ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും ഒരംശമെങ്കിലും ഈ ജനവിഭാഗത്തിനെ സഹായിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽപക്ക രാഷ്ട്രം അവരുടെ അതിർത്തി തുറന്നു കൊടുത്ത് ഈ മനുഷ്യർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന കിങ്കര രാഷ്ട്രം തടഞ്ഞു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്ത കാഴ്ച ലോകത്തിന് കാണേണ്ടിയിരുന്നില്ല. അത്ര ഭീകരമായ രീതിയിൽ വംശഹത്യക്ക് വിധേയമാകുന്ന ഒരു ജനവിഭാഗമാണ് ഗസയിലെ ജനവിഭാഗം എന്ന് പറയുന്നത്. പട്ടിണിയാണ്. പട്ടിണി എന്ന് പറയുന്നത് അങ്ങേയറ്റം, പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു നിർവചനങ്ങൾക്കും അതീതമായി ലോകത്തെ ഏറ്റവും വലിയ ക്രൂരമായ വംശഹത്യയാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 100-ലധികം പത്രപ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ഏക പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. ഒരു പത്രപ്രവർത്തകർ, അത് ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് ആയ പത്രപ്രവർത്തകർ എവിടെയെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ നിങ്ങളെടുത്ത് പരിശോധിച്ചു ലോകത്തിന്റെ അവസ്ഥ എന്താകും? എത്ര പത്ര യൂണിയനുകളാണ് പ്രതിഷേധങ്ങളുമായി വരിക? ലോകത്തെ ഇന്റർനാഷണൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര സംഘങ്ങളാണ് ഘോരഘോരമായി അതിനെതിരെ ശബ്ദിക്കുക. മറ്റൊരു നേർത്ത ശബ്ദം പോലും കേൾക്കുന്നില്ല. UN-യുടെ 100-ലധികം ഉദ്യോഗസ്ഥന്മാരാണ്, വളണ്ടിയർമാരാണ് ഗസയിൽ കൊല ചെയ്യപ്പെട്ടത്. ഒരു UN വളണ്ടിയർ ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തിന്റെ ആയുധമറ്റ് കൊല ചെയ്യപ്പെട്ടാൽ ലോക രാജ്യങ്ങളുടെ ഭാവം എന്തായിരിക്കും? 100-ലധികം വളണ്ടിയർമാർ ഈ ഭൂമിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 19,000 മനുഷ്യർ 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. ലോകത്ത് ഇന്നവരെ ഇത്രയും അധികം ചെറിയ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട ഒരു ദുരന്തവും ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്ര ഭീകരമായ വംശഹത്യ ലോകം നോക്കി നിൽക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജനതയോട് ഐക്യദാർഢ്യപ്പെടുക എന്ന് പറയുന്നതും ഈ കാലത്തെ ഏറ്റവും വിശ്വാസപരവും രാഷ്ട്രീയവുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലോകത്ത് ആ ജനത അതിജീവിക്കും. ലോകത്തെല്ലാ ഏകാധിപതികളും നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കേണ്ടത്, ലോകത്തെ എല്ലാ ഏകാധിപതികളും തകർന്നു തരിപ്പകമാകാത്ത ലോകത്തിന്റെ ഒരു ദശാസന്ധിയും കടന്നുപോയിട്ടില്ല. ലോക ചരിത്രത്തിന്റെ നടപടിക്രമങ്ങളിലെ ഒരു വിശദാംശങ്ങൾ നിങ്ങൾ പേജുകൾ മറിച്ച് വായിക്കുകയാണെങ്കിൽ മർദ്ദിതൻ കിരീടമണിയാത്ത, മർദ്ദിതൻ സിംഹാസനത്തിലെത്താത്ത, മർദ്ദകൻ മുങ്ങിത്താഴാത്ത, മർദ്ദികന് പീഡനങ്ങളും മർദ്ദകന് അതുപോലെ തന്നെ അഭയം കിട്ടാതെയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കേളുകേണ് അപേക്ഷിച്ചു പോകേണ്ടി വരുന്ന ഒരവസ്ഥയില്ലാതെ ലോകത്തെ ഒരു ഏകാധിപതിയും കടന്നുപോയിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹു, ഡൊണാൾഡ് ട്രംപ്, അതുപോലെ ഏകാധിപത്യത്തെ പിന്തുടരുന്ന ലോകത്തെ ഏതൊക്കെ ഭരണാധികാരികളുണ്ടോ ആ ഭരണാധികാരികൾക്കെല്ലാം
ചരിത്രത്തിൽ വലിയ ഗുണപാഠമുണ്ടാവുന്ന ശിക്ഷകളും പര്യവസാനങ്ങളുമുണ്ട്. അത് ചരിത്രത്തിന്റെ നടപടിക്രമമാണ്. അതുകൊണ്ടാണ് പൊട്ടക്കിണറ്റിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഉപയോഗശൂന്യമായ ഒരു കിണറ്റിൽ നിന്നും കൗമാരക്കാരനായ ഹദറത്ത് യൂസുഫ് ഈജിപ്തിന്റെ സിംഹാസനത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് അഗ്നികുണ്ഡാരത്തിൽ നിന്ന് ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാഗരികതയ്ക്ക് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. മക്കയുടെയും ഫലസ്തീന്റെയും നാഗരികതയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അതുപോലെ തന്നെയാണ് ചെങ്കടൽ പിളർത്ത് മറ്റൊരു ദേശത്തിന്റെ അധികാരികളും ചക്രവർത്തിമാരുമായി ബനു ഇസ്രായേൽ മാറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മർദ്ദിതൻ കിരീടമണിയാത്ത, മർദ്ദിതന് ലോകത്ത് പുഞ്ചിരിയില്ലാത്ത, മർദ്ദിതൻ ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളില്ലാത്ത ലോകമില്ല എന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. പക്ഷെ അതിനുവേണ്ടിയുള്ള കരുതിവെപ്പുകൾ എന്ന് പറയുന്നത് അസാമാന്യമായ ത്യാഗത്തിന്റെയും അതുപോലെ തന്നെ അസാമാന്യമായ ചെറുത്തുനിൽപ്പിന്റെതുമാണ്. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ചരിത്രത്തിന്റെ നടപടിക്രമങ്ങളിലേക്കുള്ള കരുതിവെപ്പുകൾ ഏറ്റവും മനോഹരമായി ലോകത്ത് നിർവഹിക്കുന്ന ജനതയാണ് ഗസയിലെ ജനത എന്ന് പറയുന്നത്. നമുക്കതിന് വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ലോകത്ത് നമുക്കറിയാം, മഹാനായ ഖാലിദ് മുഷാൽ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു ലോകത്തെ ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വർഗമാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് സ്വർഗമാണ്. ആ സ്വർഗത്തിന് ഏറ്റവും വില കൂടിയത് നൽകിയാലാണ് തിരിച്ച് ആ ഗിഫ്റ്റ് അല്ലാഹു നൽകുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ സ്വർഗത്തിനു വേണ്ടി നൽകുന്നത് ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളാണ്, ഏറ്റവും വില കൂടിയ സമ്പാദ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ നല്ല ഒരു കിനാവിന് വേണ്ടി, ആ കിനാവിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടി അവർ നടത്തുന്ന കരുതിവെപ്പുകൾ ലോകത്തെ ഏത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഏത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെയും ചരിത്രം രചിക്കാൻ ഈ നാടിന്റെയും ലോകത്തിന്റെയും തെരുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വലിയൊരു ത്യാഗത്തിന്റെ പാഠശാലയാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് വംശഹത്യക്ക് വിധേയമാകുന്ന ജനങ്ങളും നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ വിഭാഗങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായവും ഈ രാജ്യത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരോട് ഐക്യദാർഢ്യപ്പെടാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ, നിരുപാധികമായി ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വിശ്വാസപരമായി ബാധ്യതയുള്ളവരാണ് നമ്മൾ. ആദർശപരമായി നമ്മൾ അതിന് നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയമായി ഏറ്റവും കറക്റ്റായ, ഏറ്റവും നേരായ, ഷാർപ്പായ രാഷ്ട്രീയം എന്ന് പറയുന്നത് മർദ്ദിതരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രാജ്യത്തെ മുഴുവൻ മർദ്ദിതർക്കും വേണ്ടി സംസാരിക്കുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രാജ്യത്തെ മുഴുവൻ മർദ്ദിതരെയും ചേർത്ത് പിടിക്കുകയാണ്. ഈ രാജ്യത്ത് നേർത്തുപോയ മർദ്ദിതന്റെ ശബ്ദത്തിന് ഘനഗംഭീര്യമുള്ള ശബ്ദം നൽകുന്ന ഒരു യുവജന പ്രസ്ഥാനമായി ചരിത്രത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറുകയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നേർത്തുപോയ മർദ്ദിതന്റെ ശബ്ദം ചരിത്രത്തിൽ എവിടെയും കെടാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചിട്ടില്ല. ചരിത്രത്തിൽ അവരുടെ നിലവിളികൾക്ക് ശബ്ദമില്ലാതെ പോകാൻ ഒരിക്കലും ദൈവം തമ്പുരാന്റെ നടപടിക്രമങ്ങൾക്ക് സുന്നത്തുള്ള അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ആ നടപടിക്രമങ്ങൾ ലോകത്ത് നിർവഹിക്കുന്നത് മർദ്ദിതരായിരിക്കില്ല, മർദ്ദിതരോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ മർദ്ദിതരോട് ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിക്കുക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നിയോഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ നിയോഗത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിന്റെ തെരുവിൽ വിരിച്ച പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സംഘത്തെ നമ്മൾ ചേർത്ത് പിടിക്കുക, അതിന് പിന്തുണകൾ അർപ്പിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ തെരുവുകളിൽ ഇനിയും ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മളറിയാം, കട്ടിരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, അതുപോലെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് അതീതമായി ഇന്ത്യ എന്ന ഫ്രെയിംവർക്കിനെ കേരളത്തിന് പുറത്ത് ഇന്ത്യയുണ്ട്. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, നിങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല നരേഷനും സംഘപരിവാറിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തുക്കളായി മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിൽ ഇടതുപെട്ട പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഒരു ആത്മപരിശോധന നടത്തി ഈ രാജ്യത്തെ ഇന്ത്യ എന്ന വിശാലമായ ക്യാൻവാസിനെ നിങ്ങൾ കാണണം. നിങ്ങളുടെ തന്നെ ബുദ്ധിജീവികൾ, നിങ്ങളുടെ തന്നെ പ്രസ്ഥാനത്തെ ശ്രയിക്കുന്ന മനുഷ്യർ, ഈ രാജ്യത്തെ ദുർബലത, ഓരോ മനുഷ്യനും ഓരോ ദിനവും നിർദ്ദയമായി ആൾക്കൂട്ട കൊലപാതകത്തിന്, മോബ് ലിഞ്ചിങ്ങിന്, സംഘപരിവാറിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിന് ഈ രാജ്യത്ത് വിധേയമാകുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെയും കരങ്ങൾ ഉണ്ടാവണമെന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാനുള്ളത്. ഇത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ മാത്രം ദൗത്യമല്ല, അവർ മാത്രം നിർവഹിക്കേണ്ട ഒരു പണിയല്ല എന്ന് നമുക്കറിയാം. കേരളത്തിലെ നീതിബോധം മറ്റുപോയിട്ടില്ലാത്ത പരജീവി സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം
ഇനിയും ഉറവ പറ്റിയിട്ടില്ലാത്ത ഏതെങ്കിലും ഹൃദയങ്ങൾ ഈ കേരളത്തിന്റെ തെരുവുകളിൽ, രാഷ്ട്രീയ ഭൂമികയിൽ, മതഭൂമികയിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ആ മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിച്ച് വിശാലമായ സാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാ രാഷ്ട്രീയത്തെയും പിഴുതെറിയാനുള്ള ശക്തി അത്ര ചെറുതാണെങ്കിലും നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രാജ്യത്തെ മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടുള്ള എല്ലാവരും ചെയ്യേണ്ട പണിയുടെ ഉദ്ഘാടനമാണ് കേരളത്തിന്റെ തെരുവിൽ മുതലക്കുളം മൈതാനിയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ആസാമിന്റെ ഏറ്റവും ഉൾക്കാടുകളിലേക്ക്, വനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അനേകം മനുഷ്യർ, ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതുപോലെ നല്ലൊരു പായ പോലും മേൽക്കൂടയില്ലാതെ അനേകം മനുഷ്യർ അവിടെ കിടന്നുറങ്ങുകയാണ്. നാളെ ഞങ്ങൾ എങ്ങനെയാണ് പുലർച്ച കാണുക എന്ന് അവർക്കൊരു തിട്ടമില്ല, നിശ്ചയമില്ലാതെ അനേകം മനുഷ്യർ, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് ദിവസങ്ങളായ മനുഷ്യർ. അതിനുവേണ്ടി സ്ത്രീകൾ എവിടെ പോകും? അത്രയും മനുഷ്യർ പുഴുക്കളെ പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആസാമിലെ മനുഷ്യരെ നിങ്ങൾ ഓർക്കുക. എല്ലാ പുലർച്ചയും ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്ന മനുഷ്യരെ, എല്ലാ വായും കൊട്ടിയടിക്കപ്പെട്ട ആസാമിലെ നിരാലംബരായ, മർദ്ദിതരായ ചില വിഭാഗത്തെ നമ്മൾ കാണുക. ആ മനുഷ്യർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു ശബ്ദമെങ്കിലും, ഒരു ഐക്യദാർഢ്യപ്പെടലെങ്കിലും, ഒരു ചേർത്ത് പിടിക്കലെങ്കിലും, ഒരാശ്വാസത്തിന്റെ ബദലെങ്കിലും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇക്കാലഘട്ടത്തിൽ മനുഷ്യനാണ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം പറ്റിയിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ്. എന്റെ മുന്നിൽ ആളുകൾക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ മുന്നിൽ മനുഷ്യത്വത്തിന്റെ, നീതിബോധത്തിന്റെ ഉറവ ഇനിയും പറ്റിയിട്ടില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾ മാത്രം ആവാഹിച്ചാൽ പോരാ, കേരളത്തിന്റെ എല്ലാ മനുഷ്യരിലേക്കും ഇത് എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന്റെ തുടക്കമാണ് സോളിഡാരിറ്റി എന്ന് പറയുന്ന കേരളത്തിന്റെ വിപ്ലവ യുവജന പ്രസ്ഥാനം തുടക്കം കുറിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ശബ്ദം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ശബ്ദമാവുമെന്ന് പ്രതിജ്ഞ ചെയ്ത പ്രസ്ഥാനം. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മുഖം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് തിളക്കമുള്ള മുഖമായി ജ്വലിച്ചു നിൽക്കും എന്ന് വാഗ്ദാനം ചെയ്ത പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർണായകമായ ഒരു ചരിത്രം കൂടി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങകൽ ആസാമിലെ കുഗ്രാമത്തിൽ മേൽക്കൂര നഷ്ടപ്പെട്ട മനുഷ്യൻ, ചരിത്രത്തിന്റെ എല്ലാ രേഖകളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട, നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോ നിർലോഭമായി അവർക്കെതിരെ വെടിവെച്ച ഭരണകൂടത്തിന്റെ ഹുങ്കുണ്ട്, അഹങ്കാരമുണ്ട്. അഹങ്കാരത്തിനെതിരെ കണ്ണീരൊലിപ്പിച്ച് ഒരു ശബ്ദം പോലും പുറത്തു വരാതെ നിസ്സഹാരായി മൃഗങ്ങൾക്ക് സമാനമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവരെ ചേർത്ത് പിടിക്കാൻ നീതിബോധമുള്ള ആര് പറ്റിയാലും, നീതിബോധമുള്ള ആര് അറച്ചു പോയാലും, പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യൻ അതിൽ നിന്ന് മാറി നിന്നാലും സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്ത് പിടിക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. വമാ ലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. വിശുദ്ധ ഖുർആനിന്റെ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ഒരു ആഹ്വാനമുണ്ട്. ദുർബലരായ, മർദ്ദിതരായ ജനവിഭാഗങ്ങൾ, ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അവരുടെ അട്ടഹാസങ്ങൾക്കും നിലവിളികൾക്കും ആശ്വാസമേകാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി തെരുവിൽ എഴുന്നേറ്റ് നിൽക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി നീതിപീഠങ്ങളിൽ ശക്തിയുക്തം ബാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായമെന്ന വിശുദ്ധ ഖുർആന്റെ നെഞ്ചിൽ തലക്കുന്ന ഈ ചോദ്യചിഹ്നമുണ്ട്. അതാണ് ഈ യുവജന പ്രസ്ഥാനത്തെ ഈ സന്ദർഭത്തിൽ ഇതിനു വേണ്ടി ശബ്ദിക്കാൻ പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ തന്നെ നീതിബോധത്തിനാണ് നമ്മളിവിടെ മുതലക്കുളം മൈതാനിയിൽ ഒരുമിച്ച് കൂടിയതുകൊണ്ട് നാളെ ഹേമന്ത് ശർമ്മ എന്ന് പറയുന്ന ആസാമിലെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണശാലക്ക് നേതൃത്വം നൽകുന്ന ഈ മുഖ്യമന്ത്രി മാറിക്കൊള്ളണമെന്നില്ല. യോഗി ആദിത്യനാഥ് തന്റെ നയങ്ങളെ തിരുത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങാം. നിങ്ങൾ നിരപരാധികൾക്ക് വേണ്ടി ശബ്ദിച്ചവരാണ്. നിങ്ങൾക്ക് ഇന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങാം. നിങ്ങൾ നിരപരാധികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാണ്. നിരപരാധികളായ മനുഷ്യരുടെ ശബ്ദം തെരുവിലെത്തിക്കാൻ അഹോരാത്രം പ്രയത്നിച്ചവരാണ്. നിങ്ങളുടെ തന്നെ നീതിബോധത്തെ സമാധാനപ്പെടുത്താനാണ് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ ഒരു വലിയ പ്ലാറ്റ്ഫോം ഒരുക്കിയെന്നതാണ് ഈ കാലഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ, ഈ സാഹചര്യത്തിൽ
സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം. അതിനവരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ദൈവം തമ്പുരാന്റെ ജഗന്യന്താവിന്റെ കാരുണ്യക്കടലായ പടച്ച തമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു.